നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന നടപടിക്രമങ്ങൾ അത് ആവർത്തിക്കപ്പെടുന്ന ഒരു തോന്നൽ പോലും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസ്യത പോകുന്നതാണ്. ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ പരിഗണിക്കുന്ന ഇടങ്ങളിൽ അറിയാതെ പോലും മറ്റാളുകൾ കടന്നു വരുന്നത് പാർട്ടി പ്രവർത്തകർക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത്തരം സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധക്കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നെപ്പോലുള്ള ആളുകളുടെ ഉത്തരവാദിത്വം. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് വലിയ വീഴ്ച സംഭവിച്ചു, വലിയ തെറ്റാണ് എന്നുള്ളതല്ല. തിരുത്തുമ്പോൾ അത് കുറേ കൂടി നല്ല മാതൃകയായിട്ട് മാറുകയാണ്. ചെറിയ തെറ്റുകൾ സംഭവിക്കുമ്പോൾ, വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കി തിരുത്തുന്നത് ഒരു നല്ല മാതൃകയാണ്. പക്ഷേ തിരുത്തേണ്ട ഇട പോലും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് ഒരു ജാഗ്രതയോടെ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ലീഡർമാരുടെ ലിസ്റ്റിലൊക്കെ അനർഹർ കയറിക്കൂടി എന്നുള്ള ആക്ഷേപം കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്കുണ്ടാകുന്നത്. അപ്പോൾ പൊതുമധ്യത്തിൽ ഉത്തരമില്ലാതെ വേർത്ത് നിൽക്കുന്ന സാഹചര്യം സാധാരണ പ്രവർത്തകർക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞാൻ ഫേസ്ബുക്ക് പേജിലൂടെ ഓർമ്മിപ്പിച്ചത്. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. അല്ല, അത് നിയമപരമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചിട്ട് എനിക്കറിയില്ല. RSS സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ വൈസ് ചാൻസലർമാരടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നതിനോട് രാഷ്ട്രീയമായിട്ടൊരു യോജിപ്പില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനങ്ങളോട്, പ്രത്യേകിച്ച് അത്തരം വിധ്വംസക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പറയുന്ന സംവിധാനങ്ങളുടെ ആഭിമുഖ്യമുള്ള ആളുകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുന്നത് അത്ര ശോഭനീയമായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തനതായ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നിലവാരത്തിന് ചേർന്ന ഒരു നടപടിക്രമങ്ങളല്ല അതൊന്നും. അപ്പോൾ പല കാര്യത്തിലും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പല ആളുകളും, ഇപ്പോൾ VC-മാരായാലും സിൻഡിക്കേറ്റ് മെമ്പർമാരായാലും പലരും RSSൻ്റെ ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും ഒരു ശരിയായ മാതൃകയല്ല. ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. VC എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും തുല്യ ആക്സസ് ഉള്ള, എല്ലാവരോടും തുല്യ പരിഗണന കാണിക്കേണ്ട വ്യക്തിത്വങ്ങളാണ്. അവരൊക്കെ RSS പോലെയുള്ള സംഘടനകൾ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. അതൊരു തെറ്റായ കീഴ്വഴക്കം തന്നെയാണ്.